വരുമാനത്തിന് വഴിയില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെയും CPIM-ന്റെ നേതൃത്വത്തിൽ ശക്തമായ കാൽനട പ്രചരണ ജാഥ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് നേതൃത്വം നൽകുന്ന പ്രചരണ ജാഥയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയാണ് CPIM-ന്റെ നേതൃത്വത്തിൽ ഏരിയ തലങ്ങളിൽ കാൽനട പ്രചരണ ജാഥകൾ നടത്തിവരുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ആവേശം ഒട്ടും ചോരാതെയാണ് CPIM മലപ്പുറം ഏരിയ കമ്മിറ്റി നടത്തിവരുന്ന കാൽനട പ്രചരണ ജാഥ ഓരോ കേന്ദ്രങ്ങളും താണ്ടി മുന്നോട്ടു പോകുന്നത്. ഏരിയ പദയാത്രകൾക്ക് ഇന്ന് സമാപനമാകും. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമുയർത്തിയാണ് ഏരിയ തലത്തിൽ പദയാത്രകൾ നടത്തുന്നത്. 25-ന് GST ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായാണ് ജില്ലയിലെങ്ങും ഏരിയ സെക്രട്ടറിമാരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിലുള്ള പദയാത്ര. പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 19-ന് ആരംഭിച്ച പദയാത്രയ്ക്ക് ഇന്ന് സമാപനമാകും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി, കർഷക, യുവജന, വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള മുദ്രാവാക്യമുയർത്തി പെരിന്തൽമണ്ണയിൽ നടക്കുന്ന പദയാത്രയിൽ നൂറുകണക്കിന് പ്രവർത്തകർ ഭാഗമായി. വയനാട്ടിലെ ദുരന്തബാധിതരോടുള്ള നിഷേധ സമീപനം, കേരളത്തിന് അർഹമായ കേന്ദ്ര ഫണ്ടുകൾ അനുവദിക്കാത്ത നിലപാട്, വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്തിന്റെ അധികാരമില്ലാതാക്കൽ, ഗവർണറെ ഉപയോഗിച്ച് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനം അട്ടിമറിക്കൽ, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് പദയാത്രകൾ നടക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കും UDF-ന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കുമെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റമായി കാൽനട പ്രചരണ ജാഥ മാറുമെന്ന് CPIM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളത്തിലാകെ ഇത്തരത്തിലുള്ള പ്രചരണ ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രചരണ ജാഥയുടെ സമാപനത്തിൽ ഈ മാസം 25-ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിലേക്ക് വലിയ ബഹുജന പ്രക്ഷോഭം നടന്നു. പെരിന്തൽമണ്ണയിൽ 19-ാം തീയതി തുടങ്ങിയ ജാഥയാണ് ഇന്ന് ജാഥയുടെ 4ാമത്തെ ദിവസം. ഇപ്പോൾ ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. ജാഥയ്ക്ക് നല്ല സ്വീകരണങ്ങളാണ് ലഭിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയ്ക്കെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റമായിട്ടിത് മാറും. കേന്ദ്ര ഗവൺമെൻറ് അവഗണിക്കുകയും അതുപോലെ തന്നെ UDF അതിനെതിരെ ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു. UDF-ന്റെ രാഷ്ട്രീയ വഞ്ചനയാണിത് കാണിക്കുന്നത്. ഇത് രണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടും UDF കാണിക്കുന്ന രാഷ്ട്രീയ വഞ്ചനയും തീർച്ചയായിട്ടും സമൂഹത്തിൽ ചർച്ചയാവും. നഗരസഭാ ചെയർമാൻ പി ഷാജി, വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ, പെരിന്തൽമണ്ണയിലെ മുഴുവൻ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. ചാനൽ 10 പെരിന്തൽമണ്ണ. ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.